നാട്ടുവരമ്പിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കാർഷിക സംസ്കൃതിക്ക് അടിത്തറ പാകിയവരാണ് വനവാസി സമൂഹങ്ങൾ. കാലാവസ്ഥയും ആവാസ വ്യവസ്ഥയും മാറിമറിഞ്ഞതോടെ വനവാസി ഊരുകളിലെ കൃഷിയിടങ്ങൾ ചുരുങ്ങി. എന്നാൽ വനപാലകരുടെ പിന്തുണയോടെ കൃഷിയെ നെഞ്ചോട് ചേർക്കുന്ന ഒട്ടേറെ കർഷകരുണ്ട് നമ്മുടെ വനാന്തരങ്ങളിൽ. അവരുടെ ജീവിതം തേടിയാണ് ഇന്നത്തെ യാത്ര. പ്രകൃതി സൗന്ദര്യം കൊണ്ടും വനവിഭവങ്ങൾ കൊണ്ടും സമ്പുഷ്ടമായ ഇടുക്കി മറയൂർ ചന്ദന വനമേഖലയിലെ കർഷകർ ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ്. വനവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് വനപാലകരും കർഷകരും കൈകോർക്കുന്ന കാർഷിക മുന്നേറ്റത്തിന്റെ നേർക്കാഴ്ചകൾ തേടിയാണ് ഈ യാത്ര. കാടും കാട്ടരുവികളും പിന്നിട്ട് വനപാലകർക്കൊപ്പം ആദ്യമെത്തിയത് കമ്മാളംകുടി ഊരിൽ. വനമധ്യത്തിലെ കൃഷിഭൂമിയിൽ മണ്ണിനോട് പൊരുതുകയാണ് മുരുകൻ. പലതരത്തിലുള്ള കൃഷികൾ, കൂർക്ക, ബീൻസ്, കവുങ്ങ്, ഏലം, ബട്ടർ ബീൻസ്, മരത്തക്കാളി, അങ്ങനെ പലതരത്തിലുള്ള കൃഷികൾ സംയോജിപ്പിച്ച് കൃഷി ചെയ്യുന്ന ഒരു മാതൃകാ കർഷകനാണ് ഇദ്ദേഹം. പതിനഞ്ചു വർഷക്കാലത്തെ അത്യധ്വാനത്തിലൂടെയാണ് ഇവിടം മുരുകൻ കൃഷിയോഗ്യമാക്കി മാറ്റിയത്. മുരുകൻ ഈ കമ്മാളംകുടിയിൽ വന്നിട്ട് എത്ര കാലമായി? ഞാൻ ഇത് എൻ്റെ അപ്പൻ, അമ്മൻ, അമ്മ എല്ലാം ഇവിടെ തന്നെ പരമ്പരയെ ജീവിക്കുന്നവരാണ്. സ്ഥലമേ എല്ലാം ഇവർക്ക് നേരത്തിലുള്ള സ്ഥലമാണ്. ഇത് വളർന്നു ഇപ്പം എനിക്ക് 39 വയസ്സായി. ഞാൻ ജനിച്ചത് ഇതേ ഇതിൽ. പിന്നെ അച്ഛൻ മരിച്ചു, അമ്മ ഉണ്ട്. പരമ്പരയായിട്ട് കൃഷിയിൽ ഞാൻ നേരത്തെ മൊത്തം നെല്ലാണ് ഇത് മേഖല. ഇപ്പോൾ ഒരു 20 കൊല്ലத்துக்கு ഉൾപ്പെട്ടാണ്, ഒരു 15 കൊല്ലத்துக்கு ഉൾപ്പെട്ടാണ് ഞാൻ ഇത് മൊത്തം ഇങ്ങനെ മാറ്റിയെടുത്തത്. തുടക്കത്തിൽ നെൽകൃഷിയായിരുന്നുവെങ്കിലും പിന്നീട് സീസൺ അനുസരിച്ച് വിളകൾ മാറി മാറി പരീക്ഷിച്ചു. മരത്തക്കാളിയാണ് ഇപ്പോൾ കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് ചെറിയ ഒരു കവറിനകത്ത് ഈ കുരുവുകൾ എടുത്ത് ലേസം ഉണക്കിയിട്ടാണ് ഇങ്ങനെ. ഇല്ലെങ്കിൽ മണ്ണിലിട്ട അവൻ കിളിക്കില്ല. ചില പേര് ഈ തണ്ടും വെട്ടി വെക്കാം. ഇങ്ങനെ ഇത്ര ഭാഗത്തിൽ ഒരു ഉരടി ഭാഗത്തിൽ ഇത് വെട്ടി നമ്മൾ ഒരു കവറിനകത്ത് ആക്കിയിട്ട് ഇത് കിളുത്ത് വരുന്ന സമയത്താണ് നമ്മൾ നടാം ഈ മരത്തക്കാളി. ഇത് ഒരു കൊല്ലമായി ഇത് വെച്ചിട്ട്, ഒരു കൊല്ലമായി. ഇപ്പോഴാണ് ഇത് ഇപ്പോൾ കായ് ആകുക. ഏലവും നന്നായി വിളയുന്നു. ഇത് കൃഷി നമ്മൾ ഈ തയ്യായിട്ട് നമ്മൾ നടുക. ഇത് ഇനി അടുത്ത് കൂടെ ഇത് പറിച്ചിട്ട് അതിൽ രണ്ട് ഒരു ചെറിയ കണ്ണും ഒരു വലിയതും അത് എടുത്താണ് നമ്മൾ ഇത് നടന്നത്. ഇത് നട്ട് 3 മാസമായി. വേലയൊക്കെ കുഴപ്പമില്ല. ഇപ്പം 1500 ഒക്കെ ഉണ്ട്. ചന്തയിൽ 1500 രൂപ കൊണ്ടാണ് കഴിഞ്ഞ വാരം. കൂർക്കയാകട്ടെ നട്ട് 4 മാസം കഴിയുമ്പോൾ വിളവെടുക്കാം. ഇത് നമ്മൾ നേരത്തെ കിഴങ്ങാണ് ഇട്ടത്. ഇത് ഇപ്പോൾ കിളുത്ത് വന്നിട്ടുണ്ട്. 4 കിഴങ്ങ് 5 കിഴങ്ങ് ഒരു തണ്ടിക്ക് കിട്ടും. എല്ലാ സീസണും ഇല്ല, ഒറ്റ സീസണും ഉള്ളു. അതിരുകളിൽ അടയ്ക്കാമരങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നു. ഇത് മധുരം നിറയ്ക്കും കാന്തള്ളൂർ സീതപ്പഴം. ഇത് നല്ല വിലയുള്ളത്. ഇത് കൂടുതൽ നല്ല ഈ മേഖലയ്ക്ക് നല്ല കായും ഇത്ര വലുപ്പം വരും. ഇനി വലിയതാകും. ഇത് പിഞ്ച ഇനി കുറച്ച് നല്ല വലിയതാകുക. ഈ മേഖലയ്ക്ക് മൊത്തം ഇതാണ് ഞാൻ തിരിച്ചു. ഇതിൻ്റെ തൈ കുരുവാണ്. ഇതിൻ്റെ ഉള്ള കുരുവുണ്ട്. ഈ കുരുവ് വെച്ച് കവറിനകത്ത് കേട്ടണം. അവണാൽ പിന്നെയാണ് കിളുത്ത് വരും. പിന്നെ 2, 3, 4 കൊല്ലം ആകും ഇത് നമുക്ക് ഇത് വരുമാനം കിട്ടുവാൻ. ഇത് നട്ടിട്ട് 4 കൊല്ലമായി. പിന്നെ ഇപ്പം ഒരു 5000-6000 രൂപയ്ക്കുള്ള വരുമാനം കിട്ടി.
നല്ല വിലയ്ക്കും പോയി ചന്തയിൽ കൊടുക്കുന്നുണ്ട്. ഈ നാട്ടിൻപുറത്ത് നമ്മളുകൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വളർന്നു വരും. വരും വരും വരും. വലിയ മരം ഇനി ഇത്ര വലുപ്പമാകും. മരം വണ്ണം കൂടി വരും. അപ്പോൾ ഇത് ചെറുതന്നെയാണ്. ഞാൻ മൺകളത്തിൽ ഇത് ഉരുവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇനി അടുത്ത കൊല്ലം ഒരു 10-20 കളം വയ്ക്കുവാണെങ്കിൽ നമുക്ക് 1 ലിറ്റർ എടുക്കാം. ഇപ്പോൾ ഒരു ലിറ്റർ തേനിന് വേണ്ടിയത് ചെറുതേനക്ക് നല്ല വിലയുണ്ട്. 1000-1500 രൂപയ്ക്ക് മുളയുണ്ട്, മേൽപ്പെട്ടുമുണ്ട്. ഞാനിങ്ങനെ മൺകളത്തിൽ ഉരുവാക്കി ഇനി ഒരു 10 കളം ഇങ്ങനെ ഈ വർഷം മൊത്തം വയ്ക്കാൻ പോകും. ഇത് പിക്കീസ് ഇനി കുറേ പഴുത്ത ഇത് ലേസ ചുവപ്പ് കളർ വരും. ഇത് വന്ന് നല്ല മധുരമായിരിക്കും. അപ്പോൾ ഇത് നല്ല വിലയുണ്ട്. 40-50 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഈ കൊള്ളമാണ് കായ് കുറവ്. കഴിഞ്ഞ വർഷം ഈ മരത്തിൽ മാത്രം 300 കിലോ പക്കം കിട്ടി. 2-3 മരമുണ്ട്. ഇത് താഴെ ഒരു മരമുണ്ട്. കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് മുരുകൻ വിളകൾക്ക് വളമാക്കുന്നത്. ഇത് പുൽത്തൈലം വേർതിരിച്ചെടുക്കുന്ന പരമ്പരാഗത ചൂളയാണ്. ഇത് ഈ പുല്ലുത്തൈലത്തിന് വേണ്ടിയത് അതിൻ്റെ ഉള്ള കളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടതും. അപ്പോൾ ഞങ്ങൾക്ക് ഈ പച്ചപ്പുല്ല് ഇതിൻ്റെ അകത്താണ് ഇടണത്. ഇതിലകത്ത് ഇട്ടിട്ട് നമുക്ക് തീ ഇവിടെ കൊടുക്കണം. ഇതാണ് ഞങ്ങൾ തീ കൊടുക്കുന്നത്. അടുപ്പ് തീ അകത്ത് കൊടുത്തിട്ട് ഇത് വെള്ളം ചൂടായുമ്പോൾ ഇവ മൊത്തം നിറച്ച് വെള്ളം വയ്ക്കും. ഇതിൽ മൊത്തം വെള്ളം നിറച്ചിട്ട് വെള്ളം. അപ്പോൾ ഇത് ഞങ്ങൾ അടച്ച ശേഷം ഈ തീ കത്തിക്കുമ്പോൾ ഈ തൈലമാകെ പോത് ഇങ്ങനെ ഊരി ഈ വെള്ളത്തിനകത്ത് ഇറങ്ങി ഇതിലാണ് തൈലം ഇറങ്ങി വരുന്നത്. പുൽത്തൈലം എടുത്ത ശേഷം അവശേഷിക്കുന്ന പുല്ല് കൂട്ടിയിട്ട് വളമാക്കി മാറ്റുന്നു. ഇത് പൊടിക്കണം. ഈ കട്ടികളൊക്കെ പൊടിക്കണം. ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ ഉടയ്ക്കണം. ഇത് മക്കിയതാ. ഇങ്ങനെ ഉടച്ച് ഇത് ഇനി പൊടിയായി. ഇത് ഒരു 5 കൊട്ടയ്ക്കുണ്ട്. ഇത് സാധാരണ ഇതാണ് നമുക്ക് ഉരം. ഞങ്ങൾ ഈ കുറുക്കിക്ക് മറ്റേ ഇഞ്ചി, മഞ്ഞൾ, ഈച്ചമക്കത്തിരി, ഈ കാട്ടുപടവളം എല്ലാ സകല പൊരുൾക്കും ഞങ്ങൾക്ക് കേപ്പ, റായി ഇങ്ങനെ ഐറ്റത്തേക്ക് മൊത്തം ഇതാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഞങ്ങൾ കുടിക്കാരെ എല്ലാവരും ഇതാണ്. ഒരു വാത്തുപറയെന്ന് കണ്ട അവർ സ്വന്തം വാത്തുപറയിൽ ഇത്ര എങ്ങനെയോ ഒരു വണ്ടിക്കുള്ള സാധനം ഒരു 500-600 കിലോക്കുള്ളത് ഇങ്ങനെ ഉരമുണ്ട്. 100% ജൈവവളം. എല്ലാ കൃഷിക്കും മുരുകൻ ഉപയോഗിക്കുന്നത് ഈ വളം മാത്രം. കാനനമധ്യത്തിൽ വാഴകൾ കുലചൂടി നിൽക്കുന്ന കാഴ്ച മനോഹരം തന്നെ. റോബസ്റ്റാർ ഇത്. അപ്പോൾ ഇനി അടുത്ത് ഇത് മൊത്തം കളഞ്ഞിട്ട് ഞാൻ മൊത്തം ഏത്തയോ മറ്റേ പൂവൻ അത് മൊത്തം ഇനി വയ്ക്കാൻ പോവാം. ഇത് വന്നിട്ട് മൊത്തം ഈ കാത്തു കൊണ്ട് ചരിഞ്ഞ് കുളകൾ വലിയ കുളയാകുമ്പോൾ ഇത് ചരിഞ്ഞു പോവാം. ഇത് നാട്ടിൽ പോലെ ഉറമുള്ള ഇത് നമ്മൾ പോടാതെ സാധാരണ മണ്ണിൽ വെട്ടി വയ്ക്കുക. പിന്നെ അതിൻ്റെ ചോട്ടിൽ ഇപ്പം മറ്റേ ഈ പുല്ലിൻ്റെ വളം, വാറ്റുപുല്ലിൻ്റെ ആ കളിവ് ചണ്ടി അതെടുത്ത് ഈ കുളിക്കാതെ ഇടുക. അങ്ങനെ തൈ വയ്ക്കുക. ചോലവനങ്ങളിൽ നിന്നൊഴുകിയെത്തുന്ന ജലസ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്തിയാണ് കൃഷി. വനത്തിനുള്ളിലും വനത്തിനോട് ചേർന്നും ആയിട്ടാണ് ഈ പ്രദേശത്തെ കർഷകരെല്ലാം താമസിച്ചു കൊണ്ടിരിക്കുന്നതും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇവിടെ പ്രധാനമായിട്ടും വനത്തോട് ചേർന്ന് താമസിക്കുന്നത് മുതുവാൻ വിഭാഗത്തിലുള്ളവരും ഹിൽപ്പുലയ വിഭാഗത്തിലുള്ളവരും മറയൂർ ഗ്രാമക്കാരുമാണ്. അതിൽ നമ്മളിപ്പോൾ കാണുന്ന മുരുകൻ മുതുവാൻ വിഭാഗത്തിലുള്ള ഒരാളാണ്. ജീവിത പങ്കാളിയായ ചെമ്പകം മുരുകന്റെ കാർഷിക ജീവിതത്തിന് കൂട്ടാകുന്നു. ഇത് പാപ്പി. വന്യമൃഗ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് നൽകുന്ന ഇവൻ സദാസമയവും കൃഷിയിടത്തിൽ കാവലാളായി നിലയുറപ്പിക്കുന്നു. ഈ കാട്ടുമയിൽ, ഈ കാട്ടുപന്നികളെ ഓടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നിൽക്കുക. ഇന്ന ഒരു കുട്ടിയെ എടുക്കണം. നല്ല കാവൽക്കാരുണ്ടായി, കുഴപ്പമില്ല. രാത്രി മൃഗങ്ങൾ വരുമ്പോൾ ടോർച്ച് വെച്ച് അടിച്ചിട്ട് ഓടും. പിന്നെ ഇവന് രാത്രിക്ക് കുറച്ച് ഇവൻ കാണിച്ചു കൊടുക്കും. അവൻ്റെ പുറകെ നമ്മൾ ഓടണം കൊടുക്കും. പോത്തോ ആണയോ ഏതോ ഒന്നാണോ ഇവൻ ഒരു അടിക്കിടും. അപ്പോഴേ നമ്മൾ ടോർച്ച് അടിച്ചിട്ട് നമ്മൾ അന്നേരം പോയി ചെല്ലണം.
വനപാലകരുടെ പിന്തുണ കൂടിയാകുമ്പോൾ പലപ്പോഴും ഈ കർഷകൻ കൊയ്യുന്നത് 100 മേനി വിളവ് തന്നെ. ഇതൊരു റെയിൻ ഷാഡോ റീജിയനിൽപ്പെട്ട സ്ഥലമാണ്. മഴക്കാലം താമസിച്ചാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃഷി രീതികളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശം പ്രധാനമായിട്ടും കൃഷിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. മണ്ണിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു കർഷകനിൽ നിന്നും വേറിട്ട കാർഷിക അറിവുകൾ അറിയാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞങ്ങൾ കമ്മാളംകുടി ഊരിൽ നിന്നും മടങ്ങിയത്. സ്വപ്നം നമുക്ക് മൊത്തം ഇത് ഒരു പഴത്തോട്ടം ഉണ്ടാക്കുക, പിന്നെ ഒരു പുതിയ വീട് ഒന്ന് വയ്ക്കുക. പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. അവരും പെട്ടെന്ന് എനിക്കൊരു പഞ്ചായത്തിൽ ഈ വീട് ഒന്ന് കിട്ടിയാൽ പോണം. എന്നാണ് ആണയും പോത്ത് വരുന്ന സ്ഥലം. ഒരു ബാത്റൂം ഇല്ല, ഒന്നില്ല. ഞാൻ കെട്ടിയത് 35 വർഷമായി. എൻ്റെ വീട് പഴയ വീടാണ്. മുരുകനെ പോലെ ഒട്ടേറെ കർഷകർ ഇടുക്കി മറയൂരിലെ വനവാസി ഊരുകളിൽ കൃഷി ഉപജീവന മാർഗമാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാലങ്ങളായി ചൂഷണത്തിന് വിധേയരായി വന്ന ഇവർ ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാണ്. വനം വകുപ്പിന്റെ വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് ഇവരുടെ ജീവിത നിലവാരത്തെ തന്നെ മാറ്റിമറിച്ചത്. മറയൂർ വനത്തിലെ കർഷകർക്ക് എല്ലാ വ്യാഴാഴ്ചകളും ഉത്സവ നാളുകളാണ്. 32 രൂപ ഉറപ്പിക്കാൻ പോകും. 35 തരാം. രാവിലെ തന്നെ തങ്ങൾ ഉൽപ്പാദിപ്പിച്ച കാർഷിക വിളകളുമായി ഇവർ മറയൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് പരിസരത്തെത്തും. വനം വകുപ്പ് വനവാസികൾക്കായി വിഭാവനം ചെയ്ത ചില്ല എന്ന പേരിലുള്ള കാർഷിക ലേല വിപണിയാണിത്. വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസി സമൂഹങ്ങളുടെ കാർഷിക സാമ്പത്തിക സുരക്ഷയെ കരുതിയാണ് ഇത്തരത്തിലൊരു മാർക്കറ്റ് ആരംഭിച്ചത്. ആദിവാസി സമൂഹം കൃഷി ചെയ്യുന്ന ഏത് ഉൽപ്പന്നങ്ങളും നമ്മളുടെ മാർക്കറ്റിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ എത്തിക്കുവാനും എത്തിച്ചതിന് ശേഷം അത് ആവശ്യക്കാർക്ക് ലേലം വഴി വിൽപ്പന നടത്തുവാനുമാണ് ഈ മാർക്കറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. ശരിക്കും ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാനൊരുക്കിയ തണലാണ് ചില്ല. ഈ ചില്ല എന്ന് പറയുന്ന മാർക്കറ്റ് കൊണ്ട് ഏറ്റവും വലിയ ഗുണമുണ്ടായിട്ടുള്ളത് ആദിവാസി സമൂഹത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ അത് നേരിട്ട് ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മികച്ച വില ലഭിക്കുകയും ചെയ്യുന്നത്. വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന വിഭവങ്ങളും ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളും ലേലത്തിൽ വിറ്റഴിക്കുന്നതിലൂടെ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. തേന്, നെല്ലിക്ക, കടുക്കായി, കൂർക്ക, ബീൻസ്, ക്യാരറ്റ്, മുട്ടക്കോസ്, ഇങ്ങനെ കാച്ചൽ, എല്ലാ കുരുമുളക് ഉൾപ്പെടെ ഏലം എല്ലാമേ ഞങ്ങൾ ചെല്ലിയിലാണ് കൊടുക്കുന്നത്. അവിടെ പുറമേലുള്ള കച്ചവടക്കാർ വന്ന് അവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ ചെല്ലിലായി ഇരുന്നപ്പോൾ അപ്പം നമ്മൾ ടൗണിലാണ് കടയിൽ കൊടുത്തുകൊണ്ടിരുന്നത്. 1 കിലോ 2 കിലോ ഇങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് വലിയ ലാഭമില്ലായിരുന്നു. നമുക്കിങ്ങനെ തൂക്കത്തിൽ കൊണ്ട് കൊടുത്താൽ നമ്മുടെ പെമ്പിള്ളേർ കൊണ്ട് കൊടുത്താലും അത് കണക്ക് എന്നാന്ന് അറിയാത്ത രീതിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് സാറ് കണ്ടുപിടിപ്പിക്കാം. ഇങ്ങനെ ആദിവാസികൾ ഭയങ്കര തട്ടിപ്പാടുള്ളതെന്ന് കണ്ടുപിടിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു ചെല്ല് വരാൻ കാരണം. ഞങ്ങൾക്കിപ്പം നല്ല വില കിട്ടുകയും ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷത്തെ ചില്ലയുടെ വളർച്ച നോക്കിയാൽ ഏതാണ്ട് കഴിഞ്ഞ 2024 വർഷം ഒരു വർഷത്തിൽ ഏതാണ്ട് 1.5 കോടി രൂപയോളം വിൽപ്പന ചില്ലയിൽ നടന്നിട്ടുണ്ട്. ഈ മുഴുവൻ തുകയും ലഭിക്കുന്നത് വനാശ്രിത സമൂഹത്തിലെ ആദിവാസി ഊരുകളിലേക്കാണ് എത്തുന്നത്. അവർ ആവേശത്തോടു കൂടി കൃഷി ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 13 വനവാസി ഊരുകളിലെ 700ഓളം കുടുംബങ്ങൾക്ക് ഈ വിപണി കൈത്താങ്ങാകുന്നു. എന്ത് സാധനം കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾ ഇവിടെ വന്നേ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ വാഴക്കൊല, പാക്ക്, കൂർക്ക അതിനുശേഷം സമയത്ത് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കും. നല്ല വില കിട്ടുക, അപ്പം തന്നെ പൈസ കിട്ടും. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ മാർക്കറ്റ് ഏറ്റവും നല്ല വിജയകരമായ രീതിയിൽ പോകുന്നു. സീസൺ സമയങ്ങളിൽ ഏതാണ്ട് 15 ലക്ഷം രൂപയുടെ വരെ വിൽപ്പന നടക്കാറുണ്ട്.
നമ്മുടെ സമീപ ജില്ലകളിലും തമിഴ്നാട്ടിൽ നിന്ന് പോലും വ്യാപാരികളെത്തി ഈ വിഭവങ്ങളിൽ ആവേശകരമായ ലേലത്തിൽ വിഭവങ്ങൾ വാങ്ങുകയും അവർ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇതുവഴി ആദിവാസി സമൂഹത്തിന് ഏറ്റവും നല്ല വില ലഭിക്കുകയും സാമ്പത്തികമായിട്ട് അവരെ ഉന്നതിയിലെത്തിക്കുന്നതിനും വനം വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. എല്ലാം ജൈവ ഉൽപ്പന്നങ്ങളാണ്. എല്ലാം നല്ല ഐറ്റമാണ്. കൊണ്ടുപോയി വിപണനം ചെയ്യുന്ന ആളും കൂടിയാണ്. ഇവിടുന്ന് ഏത് ഐറ്റം കൊണ്ടായാലും നമുക്ക് ലാഭത്തിൽ വിൽക്കാൻ പറ്റുന്ന രീതിയിൽ സർക്കാർ ഇടപെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് സൗകര്യം ചെയ്തു തരുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിച്ചതോടെ കൂടുതൽ വനവാസികൾ കൃഷി ചെയ്യാൻ തുടങ്ങി. ഈ ആദിവാസി സമൂഹത്തിൻ്റെ കൃഷിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കലും രാസവളങ്ങളോ മറ്റു കീടനാശിനികളോ ഒന്നും തന്നെ മലമുകളിലേക്ക് കയറാറില്ല. ആയതുകൊണ്ട് തന്നെ കാടിൻ്റെ വന്യതയിലുണ്ടാവുന്ന ഇത്തരം വിഭവങ്ങൾക്ക് സ്വാഭാവികമായും അതൊരു പൂർണ്ണമായും ഓർഗാനിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മികച്ച വിലയും നമുക്ക് ജില്ലയിൽ ലഭിക്കുന്നത്. ചില്ലയുടെ വിജയത്തെ തുടർന്ന് വനം വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ മറ്റൊരു പദ്ധതിയാണ് ഇല എന്ന പേരിലുള്ള സൂപ്പർ മാർക്കറ്റ്. പേരിലുള്ളതുപോലെ തന്നെ ആദിവാസി സമൂഹത്തിനും വനാശ്രിത സമൂഹത്തിനും എല്ലാവിധ സാധനങ്ങളും, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാവിധ സാധനങ്ങളും ഏറ്റവും മാർജിൻ ഇല്ലാതെ തന്നെ, ഞങ്ങളുടെ വാക്കിൽ പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന ആശയത്തിൽ ആണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഈ വിഭവങ്ങൾ നമ്മൾ ആദിവാസി സമൂഹത്തിനും വനാശ്രിത സമൂഹത്തിനും ലഭ്യമാക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾക്ക് വനവാസികൾ ആശ്രയിച്ചിരുന്നത് വിദൂരങ്ങളിലുള്ള വിപണികളെയായിരുന്നു. എന്നാൽ ചില്ലയോട് ചേർന്ന് ഇല എന്ന പേരിൽ ഒരു സൂപ്പർ മാർക്കറ്റ് കൂടി തുടങ്ങിയത് വനവാസികൾക്ക് മറ്റൊരു സമ്മാനം കൂടിയായി. പുറത്തുള്ള ജനങ്ങളും നമ്മുടെ കുടികളിലുള്ള ആൾക്കാർക്കും വളരെ ലാഭകരമായ രീതിയിൽ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയിൽ നിത്യോപയോഗ സാധനങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു. ലാഭമാണ് ഞങ്ങൾക്ക്. സാധനങ്ങൾ നല്ല ക്വാളിറ്റിയാണ്. മൊത്തത്തിൽ പൊതുജനങ്ങൾക്കും കൂടിയിട്ട് നല്ല ഉപകാരം തന്നെയാണ്. എല്ലാവരും ഇവിടെ തന്നെ വന്ന് സാധനങ്ങളൊക്കെ വന്ന് മേടിക്കുന്നത്. വനവാസികളായ വനിതകൾക്ക് തൊഴിൽ നൽകുവാനും ഈ സംരംഭത്തിലൂടെ സാധിച്ചു. ഇതുവഴി സമൂഹത്തിന് വളരെ നല്ല നിലയിലുള്ള സാമ്പത്തിക നേട്ടം. നമ്മൾ സാധാരണ വീടുകളിലേക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ ഒരു മാസം വരുന്ന ബഡ്ജറ്റിനകത്ത് വലിയൊരു പെർസെൻറ്റേജ്, ഒരു 30-40% നേട്ടം നമ്മളുടെ വനാശ്രിത സമൂഹത്തിനും ആദിവാസി സമൂഹത്തിനും ഉണ്ടാവുന്നുണ്ട്. ഇതുവഴി ഏതാണ്ട് 6 പേർക്ക് തൊഴിൽ കൊടുക്കുവാൻ, നമ്മുടെ കാടിനോട് ചേർന്ന് താമസിക്കുന്ന 6 സ്ത്രീകൾക്ക് ജോലി കൊടുക്കുവാനും ഈ ഇല എന്ന് പറയുന്ന മാർക്കറ്റ് വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത് ആരംഭിച്ചത് 2022-ലാണ്. ഇതിൻ്റെ വിജയത്തിനെ അടിസ്ഥാനമാക്കി കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇത് ആരംഭിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്ന് വകുപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില്ലയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് കിട്ടുന്ന കാശ് ചിലവിട്ട് അപ്പോൾ തന്നെ ഇലയിലെത്തി നിത്യോപയോഗ സാധനങ്ങളും മറ്റും വാങ്ങാൻ കഴിയുമെന്നത് വനവാസികളെ സംബന്ധിച്ച് ഇരട്ടി നേട്ടമായി. എല്ലാം നമ്മൾ അരി, പരിപ്പ്, പയറ് എല്ലാ സാധനങ്ങളും അവിടെ സ്കൂൾ പിള്ളേർക്ക് ബുക്ക്, സ്ലേറ്റ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഇതിൽ അവിടെ ഇലയിൽ തന്നെ ഉണ്ട്. എല്ലാ കാര്യം നമ്മുടെ വീട്ടിൽ സൗകര്യമായ സാധനങ്ങളെല്ലാം വില കമ്മിയായിട്ടാണ് നമുക്ക് തരുന്നുണ്ട്. സൂപ്പറാണ് സാധനങ്ങൾ. ഏത് കേടുപറ്റുന്ന സാധനമൊന്നുമില്ല. നമ്മൾ ട്രൈബിൾക്ക് തരുന്നത് അത് ഏറ്റവും നല്ല കാര്യമാണ്. ഈ 2 സംരംഭങ്ങളും വനവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും തങ്ങളുടെ ഊരുകളിൽ കൂടുതൽ കൃഷി ചെയ്യുന്നതിനും അവസരമൊരുക്കി. മുൻകാലങ്ങളിൽ അവർ പുൽകൃഷിയും മറ്റു കാര്യങ്ങളും മാത്രമാണ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആഹാരം കൃഷി എന്ന രീതിയിലേക്ക് മാറുന്നു. അത് ഭക്ഷ്യവിഭവങ്ങളായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ മില്ലറ്റ്സ് പോലുള്ള വിഭവങ്ങൾ, മറ്റ് പച്ചക്കറികൾ, അങ്ങനെ എല്ലാ തരത്തിലേക്കും അവരുടെ കൃഷിയുടെ പാറ്റേൺ മാറുന്നു. അതുവഴി ഏറ്റവും മികച്ച വില ലഭിക്കുമ്പോൾ സാമൂഹ്യമായും സാമ്പത്തികമായിട്ടും വലിയൊരു നേട്ടത്തിലേക്ക് അവർ കടന്നു പോകുന്നുണ്ട്. ഇത് ആദിവാസി സമൂഹവും വനാശ്രിത സമൂഹവും നിറകൈകളോടെ ഏറ്റുവാങ്ങിയിട്ടുള്ള 2 സ്ഥാപനങ്ങളാണ് ചില്ലയും ഇലയും എന്ന് പറയുന്നത്.
വനവാസികൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾക്ക് വിപണി കണ്ടെത്തിയതിന് പിന്നാലെ അന്യം നിന്ന് പോകുന്ന വിളകൾക്ക് സംരക്ഷണമൊരുക്കുന്ന നടപടികളും വനം വകുപ്പ് തുടങ്ങി. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ 40ഓളം കിഴങ്ങ് വർഗ്ഗ വിളകൾ മറയൂരിലെ വനവാസി ഊരുകളിൽ കൃഷി ചെയ്ത് സംരക്ഷിച്ചു പോരുന്നു. കമ്മാളംകുടിയിൽ നിന്ന് ഞങ്ങൾ നേരെ എത്തിയത് ഊന്നാംപാറക്കുടിയിൽ. പ്രായം മറന്നുകൊണ്ട് കൃഷിയെ പ്രണയിക്കുന്ന ലക്ഷ്മിയമ്മയുടെ ജീവിതം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഇതില് പുൽകൃഷിയുണ്ട്, കാപ്പി കൃഷിയുണ്ട്, വാഴക്കൃഷിയുണ്ട്, എല്ലാ കൃഷിയും ഇരിക്കുത്. കൂർക്ക, കിളങ്ക്, ഇഞ്ചി, മഞ്ഞൾ ഇതെല്ലാം പോടും സാറേ. കർഷകനും വനപാലകനുമായിരുന്നു ലക്ഷ്മിയമ്മയുടെ ഭർത്താവ്. വനം കൊള്ള തടയുന്നതിനിടെ അദ്ദേഹം മരണപ്പെട്ടു. അവര് இந்த ഫോറസ്റ്റിൽ അവര് ഒരു വാത്തറായിട്ട് இருந்தாரு. അവർ കാട്ടിൽ ഏതാ കള്ളം പിടിക്കാൻ പോയി. അവിടെ പാലക്കാട് ഏരിയയിൽ അവിടെ പോയി മറിച്ചു പോയി. പിന്നെ അവിടെ നിന്ന് സാർമാർ കൊണ്ടുവന്ന് ഇവിടെ എത്തിച്ച്. ലക്ഷ്മിയമ്മ ഇന്നും കൃഷിയിലൂടെയാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. തന്നാൽ കഴിയുന്ന കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ലക്ഷ്മിയമ്മ വനം വകുപ്പിന്റെ ലേല വിപണിയായ ചില്ലയിലെത്തിച്ച് വിറ്റഴിക്കുന്നു. കിളങ്ക് വർഗ്ഗങ്ങൾ, കുരുമുളക്, മാതളമ്പഴം എല്ലാം കൊണ്ടുപോയി ഞങ്ങൾ കൊടുക്കും. വാഴക്കൊല ജില്ലയിലെ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കും. വ്യാഴാഴ്ച കോഴി, ആട് എല്ലാം കൊണ്ടുപോയി കൊടുക്കും. നല്ല വില കിട്ടും ചേരാ. പിന്നെ ടൗണിലൊക്കെ പോയാൽ എங்களுக்கு കുറേ വിലയെ കിട്ടുള്ളൂ. ചില്ല, ഇല തുടങ്ങിയ പദ്ധതികളുടെ വിജയത്തെ തുടർന്ന് വനം വകുപ്പ് മറയൂരിൽ തുടക്കമിട്ട മറ്റൊരു കാർഷിക പദ്ധതിയാണ് നറും നൂറ്. കമ്മാളംകുടി വനസംരക്ഷണ സമിതിയുടെ പ്രവർത്തന ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ പദ്ധതിയുടെ പേര് നറുന്നൂറെന്നാണ്. ആദിവാസി ഗ്രാമങ്ങളിൽ നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളിലും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പല കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. അതിൻ്റെ ഒരു ജീൻ ബാങ്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അവശേഷിക്കുന്ന കിഴങ്ങുവർഗ വിളകളുടെ വിത്തുകൾ ശേഖരിച്ച് നട്ടുവളർത്തി അവയെ സംരക്ഷിക്കുന്ന പദ്ധതിയാണിത്. മുൻകാലങ്ങളിൽ ആദിവാസി സമൂഹത്തിൻ്റെയും എല്ലാവരുടെയും ഒരു പ്രധാന ഭക്ഷ്യവിഭവമായിരുന്നു ഈ മില്ലറ്റുകളും കാട്ടുകിഴങ്ങുകളും അല്ലെങ്കിൽ സാധാരണ നാട്ടുകിഴങ്ങുകളൊക്കെ. അപ്പോൾ അത്തരം കിഴങ്ങുകൾ ഇന്ന് പലപ്പോഴും ഞങ്ങൾ പരിശോധിച്ചതിൽ പല കിഴങ്ങുകളും ഇന്ന് നമുക്ക് കാണാൻ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ അത്തരം കിഴങ്ങുകളുടെ ഒരു തിരികെ ഒരു ജംപ്ലാസം പോലെയുള്ള ഒരു തിരിച്ചുവരവാണ് നറും നൂറ് എന്ന പദ്ധതിയിൽ നമ്മൾ ലക്ഷ്യമിട്ടത്. അത് ഈ വർഷമാണ് ആരംഭിച്ചത്. ഏതാണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഏതാണ്ട് 40-ലേറെ ഇനം കാച്ചിലുകളും ചേമ്പുകളും എല്ലാം തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരം വിഭവങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ കാർഷിക വസ്തുക്കൾ മറയൂർ ഡിവിഷനിലെ 2 കുടികളിൽ, കമ്മാളംകുടിയും ഊഞ്ഞാമ്പാറക്കുടിയും എന്ന 2 കുടികളിലാണ് നമ്മൾ നട്ട് പരിപാലിച്ചു വരുന്നത്. ഞങ്ങളിത് ഒരടി പോലെ കുഴിയെടുത്തിട്ട് അതിൻ്റെ മൊത്തം കുറച്ച് സാമനിട്ട് കുറച്ച് അതിൻ്റെ ചാണകവളം വെച്ച് അതിൻ്റെ കരികിലിട്ടാണ് ഇത് നട്ടു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പയർ മൊത്തം ഈ കിളുത്ത് വരുന്ന കണ്ടാലറിയാം ഈ മണ്ണിൻ്റെ എത്ര നന്നായിട്ട് വരുന്നത്. ഇതൊന്നും വളമൊന്നും ചെയ്യണ്ട. ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷത്തിൽ ഞങ്ങൾക്ക് പണിയാൻ വേണ്ടി റെഡിയായിട്ടുള്ള രീതികളെല്ലാം തന്നിരിക്കുകയാണ്. കമ്മാളംകുടിയിലെ കതിരേശൻ എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് 40ഓളം അപൂർവ ഇനം കിഴങ്ങുവർഗ വിളകൾ നട്ടു സംരക്ഷിച്ചിരിക്കുന്നത്. ലക്ഷ്മിക്കുട്ടിയമ്മയുടെ കൃഷിയിടത്തിലും നറും നൂറ് പദ്ധതിയുടെ ഭാഗമായി കിഴങ്ങുവർഗ വിളകൾ നട്ടു സംരക്ഷിച്ചു വരുന്നു. അവർ കൊണ്ടുവന്ന കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഞങ്ങൾ കളയാതെ എല്ലാം ഞങ്ങൾ കൃഷി ചെയ്യുക. വരും വർഷങ്ങളിൽ കൂടുതൽ ഇത്തരത്തിലുള്ള തദ്ദേശീയമായ കിഴങ്ങ് വർഗ്ഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള വനം വകുപ്പ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പല മേഖലകളിലും, കേരളത്തിൻ്റെ പല മേഖലകളിലും ചെറിയ തോതിൽ ഇത്തരത്തിലുള്ള കൃഷി ചെയ്യുന്ന പല കർഷകരെയും നമുക്ക് നേരിട്ട് കാണുവാനും സംസാരിക്കുവാനും അവരുടെ അറിവുകൾ തേടുവാനും സാധിച്ചിട്ടുണ്ട്. അവരുടെ പക്കൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ നമുക്ക് ലഭ്യമായിട്ടുള്ള കിഴങ്ങുകളൊക്കെ തന്നെ നമ്മൾ ശേഖരിച്ച് നട്ടുപരിപാലിച്ചു വരുന്നത്. വനവാസികളായ കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുതകുന്ന ഇത്തരം മുന്നേറ്റങ്ങൾ മറ്റിടങ്ങളിൽ കൂടി വ്യാപിപ്പിക്കേണ്ടതു തന്നെ.
മുരുകനെയും ലക്ഷ്മിയമ്മയും പോലെ കൃഷിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒട്ടേറെ കർഷകരുണ്ട് നമ്മുടെ വനവാസി ഊരുകളിൽ. ഇവരുടെ ജീവിത മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ടാകണം നാം നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും. ഇതിനൊരു മാതൃക എന്ന നിലയിൽ വനം വകുപ്പ് മറയൂരിൽ നടത്തിവരുന്ന കാർഷിക മുന്നേറ്റം നാടാകെ പടരട്ടെ. നാട്ടുവരമ്പിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.